എൻ്റെ 25 വർഷം ബാക്കിലേക്ക് പോകാൻ വേണ്ടി എടുത്ത ഇൻഡിഗോ ടിക്കറ്റാണിത്. പോയ കാലം തിരിച്ചെത്തില്ല എന്നല്ലേ, പക്ഷേ നമുക്കൊന്ന് തിരിഞ്ഞു പോയി നോക്കിയാലോ എൻ്റെ ബാല്യകാലത്തിലേക്ക്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സ്പ്രസ് ബൈ മൃദു. ഇന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എയർപോർട്ടിലേക്ക് പോകുകയാണ്. രാവിലെ ഒരു 9:30ക്കാണ് ഫ്ലൈറ്റ്. എൻ്റെ ഹസ്ബൻഡിന് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞാനും ഒരു ഡൊമസ്റ്റിക് ട്രിപ്പ് എടുക്കാമെന്ന്. എൻ്റെ ബാല്യകാലം ഞാൻ ചിലവാക്കിയ എൻ്റെ സ്ഥലങ്ങളും എൻ്റെ സ്കൂളും അച്ഛൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയും ഞാൻ കളിച്ച് വളർന്ന് സൈക്കിളെല്ലാം ഒട്ടിച്ച് നടന്ന സ്ഥലവും ഞങ്ങൾ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സും എൻ്റെ പ്ലേ ഏരിയാസും അവിടുത്തെ ലേക്സും എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇന്നവിടെ ആൾതാമസമൊന്നുമില്ല, എങ്കിലും അവിടെ പോയിട്ടൊരു നൊസ്റ്റ് അടിക്കാൻ വിചാരിച്ചു. അതിനു മുമ്പ് ഞാൻ എൻ്റെ ലൈഫ് പാർട്ട്ണറിനെ ഒന്ന് സീ ഓഫ് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അണ്ണ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ലഗേജ് എല്ലാം എടുത്ത് മൂവ് ഓൺ ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡിന് ടാറ്റയെല്ലാം കൊടുത്ത് ഞാൻ അവിടുന്ന് പതിയെ നേരെ ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് കുതിച്ചു. ഇപ്പോഴെന്താണ് ഈ ട്രിപ്പിനുള്ള പ്ലാൻ എന്ന് വെച്ചാൽ, തൃപ്പൂണിത്തുറ പൂർണ്ണത്രേശ്വരൻ ടെമ്പിളിൽ വൃശ്ചികോത്സവം നടക്കുകയാണ്. 19th തുടങ്ങുന്ന വൃശ്ചികോത്സവം, അതായത് വെനസ്ഡേ, നെക്സ്റ്റ് വെനസ്ഡേയോടുകൂടി അവസാനിക്കും 26th. അപ്പോൾ ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ പ്രാവശ്യം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് ചെന്നൈയിലെ ഫ്ലഡ് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തു. എയർപോർട്ടിലെത്തി, ടിക്കറ്റ് എടുത്തു, ലഗേജ് എല്ലാം കൊടുത്തു. അതിനുശേഷം നേരെ ഫുഡ് കോർട്ടിലേക്ക് വന്നു. ഒരു കോഫി വാങ്ങിച്ചു കുടിച്ചു. കോഫി എല്ലാം കുടിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നപ്പോൾ അപ്പോഴും എനിക്ക് എൻ്റെ ഉറക്കപ്പിച്ച് വിട്ടിട്ടില്ല കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റതല്ലേ, കണ്ണുപോലും തുറക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരുന്നു. കോഫി കുടിച്ച് കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ ഇനിയും ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഒരു തട്ടിഡ്ലി കഴിക്കാമെന്ന് വിചാരിച്ചു. നേരെ പോയിട്ടൊരു തട്ടിഡ്ലി ഓർഡർ ചെയ്തു. വില കണ്ടോ, 370 സംതിങ് ആണ് വരുന്നത്. പക്ഷേ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. അതാലോചിച്ചു കളയണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗേറ്റിൽ നിന്ന് കോള് വന്നു. ഗേറ്റ് ക്ലോസ് ചെയ്യാൻ പോകുന്നു, വേഗം വന്നു. അങ്ങനെ ഓടിച്ചാടി നേരെ പോയി സീറ്റിൽ പോയിരുന്നു. എൻ്റെ അമ്മോ, ഞാൻ സമയം പോയത് അറിഞ്ഞതേയില്ല. ആ തട്ടിഡ്ലി കാരണം എനിക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരു VIP എൻട്രി ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കാഴ്ച പണ്ടത്തെ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഒക്കെ ദേവേന്ദ്രന്മാരുടെയൊക്കെ ലൊക്കേഷനാണിത്. ഇപ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല. എന്താ കാര്യം എന്നറിയാം, എല്ലാം ഏറ്റെടുത്തല്ലോ. ഇനിയിപ്പോൾ ഈ ലൊക്കേഷനിൽ ആരുമില്ല. ഈ ഒരു ലൊക്കേഷൻ ആർക്കും വേണ്ടാതാനും. ഇനി ഞാൻ പ്രീ ബുക്ക് ചെയ്ത എൻ്റെ മെനു എത്തിയിട്ടോ. ഞാൻ നല്ലൊരു പ്രോട്ടീൻ റോളാണ് ഓർഡർ ചെയ്തിരുന്നത്. പ്രോട്ടീൻ റോൾ നല്ല അടിപൊളി റോളൊക്കെ ആയിരുന്നു, പക്ഷേ ടേസ്റ്റ് ഇല്ല. പക്ഷേ ഹൈ പ്രോട്ടീൻ ആണെന്ന് മനസ്സിലായി. ഇത് ഗ്രീൻ മൂങ് ഡാൾ, ഇതാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം. എന്തൊക്കെയോ കുറേ പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും മുളകും പെപ്പർ പൗഡറും ഇട്ട് പാക്ക് ചെയ്ത ഒരു റോള്. കൂടെ ഒരു ഫ്രഷ് ജ്യൂസ് എന്ന് പറഞ്ഞ് തന്നു. പക്ഷേ അത് ട്രോപ്പിക്കാനേ ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തി. അവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി കണ്ട് അങ്ങനെ നടന്നു വന്നു. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, പക്ഷേ ബെൽറ്റിൽ നമ്മുടെ ലഗേജ് വരാൻ സമയമെടുക്കുന്നറിയാലോ. അതുകൊണ്ട് പതുക്കെയാണ് ഞാൻ ഇങ്ങോട്ട് നടന്നു നീങ്ങിയത്. പക്ഷേ വന്ന സമയം കറക്റ്റായിരുന്നു. എൻ്റെ ലഗേജ് ദാ വരുന്നു. ഉറക്കം തൂങ്ങി വരുന്ന മാതിരി ഉണ്ടല്ലേ കാണുമ്പോൾ. അങ്ങനെ ഞാൻ ലഗേജും എടുത്ത് നേരെ എക്സിറ്റിലേക്ക് നടന്നു. ഈ ഒരൊറ്റ ലഗേജ് എനിക്കുള്ളൂ കേട്ടോ. ഞാൻ മിനിമം ലഗേജാണ് പൊതുവേ എടുക്കാറുള്ളത്. എല്ലാത്തിൽ തന്നെ ഉണ്ടാകും. വേറെ ഒരു സ്മോൾ ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇതല്ലേ കംഫർട്ട്. ഒരുപാട് ഡ്രസ്സുകളൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല. അഥവാ അങ്ങനെ അത്യാവശ്യം വന്നാൽ തൊട്ട് മുമ്പിൽ തന്നെ ജയലക്ഷ്മി സിൽക്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് അവിടെ പോയിട്ട് 1-2 ടീഷർട്ടോ ടോപ്സോ എന്തെങ്കിലും വാങ്ങാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ഏതാണ് ഇപ്പോൾ തന്നെ ചെറുതായിട്ട് പിടിയിട്ടിട്ടുണ്ടാവുമല്ലേ, ജയലക്ഷ്മിയുടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ. ഞാൻ സാധാരണ വരുമ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വരാറുള്ള ഒരു വണ്ടിയാണ് വന്നിരുന്നത്. അങ്ങനെ അവിടെ വന്ന് നേരെ വന്നത് ഞാൻ സ്ഥിരം താമസിക്കുന്ന ഹോട്ടൽ, അതായത് അബാദ് ആട്രിയം, അബാദ് പ്ലാസയുടെ തൊട്ട് ബാക്കിലാണ്. ഇത് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടുന്ന ഹോട്ടലാണിത് സാധാരണ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ബുക്ക് ചെയ്തു. പ്ലാസയും നല്ലതാണെങ്കിലും ഇത് കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡ് ലെവൽ എന്ന് പറയാം. അങ്ങനെ ഞാനവിടെ വെയിറ്റ് ചെയ്തു. എനിക്ക് റൂം കീ കിട്ടി. അതുവരെ ഞാൻ ഹോട്ടലൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഹോട്ടൽ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ വന്നാലും ഇവിടെ നിറയെ ഫോറിനേഴ്സ് ഉണ്ടാകും. പിന്നെ വളരെ ഡീസൻറ്റ് ഹോട്ടലിൽ മാത്രമല്ല, നല്ല സ്റ്റാഫ്സാണ്, നല്ല സർവീസാണ്, നല്ല ഫുഡാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരില്ല. ഇതിനേക്കാളും ഹൈ എൻഡ് ഹോട്ടൽസ് ഒരുപാട് കൊച്ചിയിലുണ്ടെങ്കിലും എനിക്ക് പരിചയമുള്ളൊരു ഹോട്ടലായതുകൊണ്ടാണ് ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ താമസിക്കുന്നത്. വെരി കംഫർട്ട് ആൻഡ് സേഫ്. അത്രയാണ് എനിക്ക് ഈ ഹോട്ടലിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ നീറ്റുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചാവി എടുത്ത് എനിക്ക് 4th ഫ്ലോറിലാണ് റൂം കിട്ടിയത്. റൂം നമ്പർ 433. ലിഫ്റ്റ് ഇറങ്ങി ഞാൻ റൂമിലേക്ക് പോവുകയാണ്. പ്രീ ബുക്കിംഗ് കുറച്ച് നേരത്തെ ചെയ്താൽ റൂം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. തുടർന്നുള്ള വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡ്. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം